ഡിയർ ഫ്രണ്ട്സ്, ബീസ് ആൻഡ് ബ്ലോഗ്സ് വസന്തയാത്രയുടെ തായ്ലൻഡ് യാത്ര എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. ഒരു ഉറക്കം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴേക്കും വിമാനം ലാൻഡ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ബാങ്കോക്കിൻ്റെ നിശാഭംഗി അധികം ദൂരത്തല്ലാതെ കണ്ടു തുടങ്ങി. ജിജ്ഞാസയും അമ്പരപ്പും കൊണ്ട് ഹൃദയമിടിപ്പിൻ്റെ താളവേഗത വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ താഴത്തുകൂടി ഒഴുകുന്ന വെളിച്ചത്തിൻ്റെ പിന്നാലെ പായുകയാണ് കണ്ണുകൾ. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയെന്നോണം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ വിസ ഫ്രീ ആയതുകൊണ്ട് തന്നെ 2000 തായ് ബാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ചിലപ്പോൾ 10,000 തായ് ബാത്തിൻ്റെ ഷോ മണി കാണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ 10,000 തായ് ബാത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെങ്കിലും താരതമ്യേന കുറഞ്ഞ റേറ്റിൽ മൈസൂരിൽ നിന്നാണ് തായ് ബാത്ത് മാറിയത്. 1000, 500, 100, 20 എന്നിങ്ങനെയാണ് നോട്ടുകൾ. പിന്നെ 10, 5, 2, 1 കോയിൻസാണ് ഉള്ളത്. ഇനി ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ താരതമ്യേന കുറഞ്ഞ റേറ്റിൽ വെള്ളമായാലും പാക്കറ്റ് ഭക്ഷണമായാലും കിട്ടുന്ന കടകളാണ് 7-Eleven ഷോപ്പ്. വിമാനത്താവളത്തിലായാലും പുറത്തായാലും അവിടെവിടെയായിട്ട് 7-Eleven ഷോപ്പുകൾ കാണാൻ കഴിയും. നമുക്ക് താൽക്കാലിക ഭക്ഷണം ഇവിടെ നിന്ന് വാങ്ങിക്കഴിക്കാം. ഞാൻ ഒരു ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടല വറുത്തതും അണ്ടിപ്പരിപ്പ് വറുത്തതും എടുത്തിട്ടുണ്ട്. വയറിനെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാന ചുമതലയാണ്. അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടും വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. വയറിന് പണി കിട്ടിയാൽ പിന്നെ യാത്ര ഒന്നും നടക്കൂല. അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കഴിക്കുക. വിമാനം ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്. നീങ്ങി നിരങ്ങുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ തന്നെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് എത്തണം. അവിടെ നല്ല തിരക്കായിരിക്കും. വിമാനം ഇറങ്ങി നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് ചെന്നു. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇമിഗ്രേഷനൊക്കെ പൂർത്തിയായി. ഏകദേശം ഒരു അരമണിക്കൂറോളം അവിടെ നിൽക്കേണ്ടി വന്നു. വിസ ഫ്രീ ആയതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണിക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ഫ്രഷായി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. ബാക്കി വിശേഷങ്ങൾ ബസ്സിൽ കയറിയിട്ട് പറയാം. മോഞ്ചിത്ത് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പട്ടായയിലേക്കാണ് ഞാനിന്ന് പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പട്ടായയിലേക്ക് പോകണമെങ്കിൽ മോഞ്ചിത്ത് ബസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുന്ന് വേണം പട്ടായയിലേക്കുള്ള ബസ് കിട്ടാനായിട്ട്. ഒരു ലേഡിയാണ് ബസ് ഡ്രൈവർ. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇമിഗ്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സിം കാർഡ് എടുക്കണം. സിം കാർഡ് വിൽക്കുന്ന കുറേ കടകളുണ്ട് ഇവിടെ. നമുക്ക് എത്ര ദിവസത്തേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സിം കാർഡ് എടുക്കാനായിട്ട്. ഞാനെടുത്തത് ട്രൂ 5 എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണ്. 300 തായ് ബാത്ത് കൊടുത്തു സിമ്മിന് വേണ്ടിയിട്ട്. ഫോൺ അവർക്ക് കൊടുത്താൽ മതി. ഒരു സെക്കൻഡ് കൊണ്ട് അവർ സിം ഇട്ട് നമുക്ക് തിരിച്ചു തരും. 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണായിരിക്കണം, അല്ലെങ്കിൽ സിം സൂട്ടാവില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തിറങ്ങാം. പിന്നെ നമുക്ക് മോഞ്ചിത്ത് ബസ് സ്റ്റേഷനിലേക്കാണ് വരുന്നതെങ്കിൽ ഗേറ്റ് 6 വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. മോഞ്ചിത്തിലേക്ക് പോകുന്ന ബസ് ഗേറ്റ് 6 മുന്നിലാണ് നിർത്തുക. 13 തായ് ബാത്താണ് മോഞ്ചിത്തിലേക്കുള്ള ബസ് ടിക്കറ്റ് നിരക്ക്. അങ്ങനെ വഴിയോര കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് മോഞ്ചിത്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം.
ഇവിടെ ബസ് ഇറങ്ങി. ഇതാണ് മോഞ്ചിത്ത് ബസ് ടെർമിനൽ. ബസ് ഇറങ്ങിയതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ ബസ് സ്റ്റാൻഡ്. ഇനി നേരെ നടന്ന് ഉള്ളിലോട്ടേക്ക് പോവുക. എൻട്രൻസിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വിശാലമായൊരു ഹാള് കാണാം. യാത്രക്കാർക്ക് ഇരിക്കാനായിട്ട് പ്രത്യേകം സജ്ജമാക്കിയ ഒരു ഹാളാണ് ഇത്. ഈ ഹാളിന് നടുവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പട്ടായ എന്ന് എഴുതി വെച്ച കുറേ കൗണ്ടറുകൾ കാണാം. ഇവിടെ നിന്നാണ് നമുക്ക് പട്ടായയിലേക്ക് പോകാനുള്ള ബസ് ടിക്കറ്റ് ലഭിക്കുന്നത്. ഒരാൾക്ക് 131 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. നമുക്ക് പോകേണ്ട ബസ് നമ്പറും നമുക്കിരിക്കേണ്ട സീറ്റ് നമ്പറും ഒക്കെ ഈ ടിക്കറ്റിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ ഈ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ഇടതുഭാഗത്തൂടെയുള്ള വഴിയിലൂടെ നേരെ മുന്നോട്ടേക്ക് നടന്നു. ആൾക്കാരൊക്കെ പോകുന്നത് കാണാം. ആ വഴിയിലൂടെ നേരെ മുന്നോട്ട് പോയാൽ നമുക്ക് കയറേണ്ട ബസ് നിർത്തിയ സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. ഇവിടെയുമുണ്ട് ധാരാളമായി 7-Eleven ഷോപ്പുകൾ. നമുക്ക് ഭക്ഷണമോ വെള്ളമോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. ധാരാളം ആളുകൾ ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല ഭക്ഷണമാവാനാണ് സാധ്യത. ഇതാണ് എനിക്ക് കയറേണ്ട ബസ്. ബാങ്കോക്ക് ടു പട്ടായ. ടിക്കറ്റിലുള്ള ബസ് നമ്പർ തന്നെയാണോ എന്ന് നോക്കണം. എനിക്ക് പോകേണ്ടത് 48-ാം നമ്പർ ബസ്സിലാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി എൻ്റെ സീറ്റിലിരുന്നു. നല്ല AC ബസ്സാണ്. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. ബസ് പുറപ്പെട്ടു. ഒരു 3 മണിക്കൂർ വേണം പട്ടായയിൽ എത്തണമെങ്കിൽ. പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാം. പാസ്പോർട്ട് എടുത്ത് വിദേശയാത്രയ്ക്കായി കൊതിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറച്ചായി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ചില നാടുകളുണ്ട്. അങ്ങനെ ഒരു നാട്ടിലേക്കാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നീലക്കടലിൻ്റെയും ബുദ്ധക്ഷേത്രങ്ങളുടെയും ഭക്ഷണ വൈവിധ്യങ്ങളുടെയും നാട്ടിലേക്ക്, തായ്ലൻഡിലേക്ക്. ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി അഥവാ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് തായ്ലൻഡ്. ലാവോസ്, കംബോഡിയ, മലേഷ്യ, മ്യാൻമാർ എന്നീ രാജ്യങ്ങൾ അതിരുകൾ പങ്കിടുന്ന തായ്ലൻഡ് 1939 വരെ സയാം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. 1945 മുതൽ 49 വരെ വീണ്ടും ഈ രാജ്യം സയാം എന്ന പേരിൽ അറിയപ്പെട്ടു. 1949 വീണ്ടും രാജ്യത്തിൻ്റെ പേര് ഔദ്യോഗികമായി തായ്ലൻഡ് എന്നാക്കി മാറ്റി. സ്വാതന്ത്ര്യം എന്നർത്ഥം വരുന്ന തായ് ലാൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ 50ാമത്തെ രാജ്യമാണ്. രാജവാഴ്ച നിലനിൽക്കുന്ന ഭരണഘടനാധിഷ്ഠിത രാഷ്ട്രമാണ് തായ്ലൻഡ്. രാഷ്ട്രത്തലവനായ രാജാവിന് പരിമിതമായ അധികാരം മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറ്റിനെ പ്രതിനിധാനം ചെയ്യുന്നത്. തായ്ലൻഡിൻ്റെ കറൻസിയായ തായ് ബാത്തിൽ രാജാവിൻ്റെ ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്നാണ് മറ്റൊരു സിറ്റിയായ പട്ടായയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാനിവിടെ പട്ടായയിലെത്തി. ഇവിടുന്ന് നൂങ് നൂച്ച് വില്ലേജ് എന്നറിയപ്പെടുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനാണ് ഇനി പോകേണ്ടത്. ഈ സ്ത്രീയുടെ ബൈക്കിലാണ് ഞാൻ പോകുന്നത്. 350 ബാത്ത് പറഞ്ഞു. അവസാനം 250 ബാത്തിന് സമ്മതിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴികൾ നീളെ മനോഹരമായ ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നൂങ് നൂച്ച് വില്ലേജ് എന്ന ഈ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് ഞാൻ പോകുന്ന വഴി പറഞ്ഞു തരാം. നൂങ് നൂച്ച് വില്ലേജ് എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ ടൂറിസ്റ്റ് അട്രാക്റ്റഡ് പ്ലേസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. തായ്ലൻഡിലെ ചോൻബുരി പ്രവിശ്യയിൽ 500 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന അതിമനോഹരമായ ഒരു ഗാർഡനാണ് ഈ നൂങ് നൂച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ. 1954 നൂങ് നൂച്ച് താൻഷയും അദ്ദേഹത്തിൻ്റെ ഭാര്യ പിസ്തും കൂടി 1.5 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. ഇവിടെ അവർക്കാവശ്യമുള്ള
സ്വദേശിയും വിദേശിയുമായ ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. ആ ഇടയ്ക്ക് അവർ ഒരിക്കൽ ഒരു വിദേശയാത്ര നടത്തി. ആ യാത്രയ്ക്ക് ശേഷം അവർ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ ഗാർഡൻ കുറച്ചും കൂടി വിസ്തൃതിയിൽ ഒരു ട്രോപ്പിക്കൽ ഗാർഡനാക്കി മാറ്റണമെന്ന് തീരുമാനിച്ചു. കൂടാതെ ഇതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ മകനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഗാർഡൻ 1980 പൊതുജനങ്ങൾക്ക് വേണ്ടി കാണാനായിട്ട് തുറന്നു കൊടുത്തു. നിങ്ങളിത് കണ്ടോ? പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളുടെ മോഡലുകളാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലോകത്ത് കിട്ടാവുന്ന എല്ലാ പഴവർഗ്ഗങ്ങളുടെയും മാതൃകകൾ ഇവിടെയുണ്ട്. കണ്ടാൽ ഒറിജിനൽ ആണെന്നേ തോന്നുകയുള്ളൂ. എന്ത് ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ന്യൂങ്നോച്ചിൻ്റെ മകനായ ക്യാമ്പൻ പിന്നീട് ഈ ഗാർഡനെ ഫ്രഞ്ച് ഗാർഡൻ ആയ ഗാർഡൻസ് ഓഫ് വെർസൈൽസിൻ്റെ മാതൃകയിൽ പുതുക്കിപ്പണിതു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഈ വിസ്മയിപ്പിക്കുന്ന ഗാർഡൻ ഉണ്ടായത്. ഈ മനോഹരമായ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് ദിവസേന 2000-ലധികം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. 2018 തായ്ലൻഡിലെ ഭൂട്ടാൻ അംബാസിഡർ 9 പ്രയർ ഫ്ലാഗ്സ് ഈ ന്യൂങ്നോക്ക് വില്ലേജിന് സമ്മാനിക്കുകയുണ്ടായി. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ടിക്കറ്റ് വാങ്ങാൻ വന്നിട്ട് ബൈക്ക് ലേഡി തിരിച്ചുപോയി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ന്യൂങ്നോച്ചിലെ വിസ്മയകരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching. Thank you. Bye.